പുനർവിവാഹം വാഗ്ദാനം നൽകി ഡോക്ടറിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികൾ കൂടി പിടിയിലായി. കുടക് സ്വദേശി മാജിദ്, മലപ്പുറം സ്വദേശി സലീം എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതിയും കാസർഗോഡ് സ്വദേശിനിയുമായ ഇഷാനയെ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറാണ് പരാതിക്കാരൻ. ഇയാളിൽ നിന്ന് 5 ലക്ഷത്തിലധികം രൂപയാണ് 3-അംഗ സംഘം തട്ടിയെടുത്തത്. മാസങ്ങൾക്ക് മുൻപ് പുനർവിവാഹത്തിനായി ഡോക്ടർ പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു. പിന്നാലെ ഇഷാന ഡോക്ടറുമായി പരിചയത്തിലാവുകയായിരുന്നു. തുടർന്ന് വിവാഹവും തീരുമാനിച്ചു. ഇഷാന കോഴിക്കോട് താമസിക്കാൻ വീടെടുക്കാനായി ഡോക്ടറോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഡോക്ടർ അത് നൽകുകയും ചെയ്തു. ആ വീട് കാണാൻ പോകുന്നതിനിടയിലാണ് ഡോക്ടറുടെ മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ തട്ടിയെടുത്ത സംഘം രക്ഷപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-നായിരുന്നു പ്രതികൾ മുങ്ങിയത്. തുടർന്ന് ഡോക്ടർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാസർഗോഡ് വെച്ച് മാജിദും സലീമും പിടിയിലായത്. പണം ഞങ്ങൾ തരും. പരാതിക്കാരൻ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സലീമാണ് ഇഷാനയുടെ സഹോദരൻ എന്ന വ്യാജേനെ വിവാഹകാര്യത്തിൽ ഇടപെട്ടതും. മജീദ് കല്യാണ ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇവർ മുൻപും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടതിനു ശേഷം ഹോട്ടലിൽ വെച്ച് വിവാഹ ചടങ്ങ് തന്നെ നടത്തിയിരുന്നു. ഇഷാന ഒളിവിൽ കഴിയുന്നതിനിടെ നീലേശ്വരത്ത് വെച്ചാണ് ഇഷാനയെ പിടികൂടിയത്. ഡോക്ടറുടെ പരാതിയിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാസർഗോഡ് വെച്ച് ഇഷാനയുടെ കൂടെയുള്ള മറ്റു പ്രതികളെ പിടിയിലാക്കിയത്. ഇത് ഇവരുടെ സ്ഥിരം ഏർപ്പാടാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഡോക്ടർ നിയമപരമായി വിവാഹ മോചിതനാണെന്ന് കണ്ടെത്തിയ ശേഷമാണ് ഇവർ ഡോക്ടറുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഡോക്ടറുമായി പതിയെ അടുക്കുകയും പിന്നീട് വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തി. പിന്നീടാണ് ഡോക്ടറുടെ പണവും ലാപ്ടോപ്പും മൊബൈൽ ഫോണും മോഷ്ടിച്ച് ഇവർ മുങ്ങുന്നത്.